കോഴിക്കോട്ടെ നാദാപുരത്തും തെരുവുനായുടെ ആക്രമണം ഉണ്ടായി. അവിടെ വീണ്ടും നായയുടെ ആക്രമണം ഉണ്ടാവുകയാണ്. ഇന്നലെ 16 പേരെ കടിച്ച നായ ഇന്ന് 3 പേരെ കടിച്ചു എന്നാണ് വിവരം. പരിക്കേറ്റവർ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി. അഞ്ജന, ഇന്നലെ 16 പേരെ കടിച്ച നായ ഇന്ന് 3 പേരെയും കടിച്ചു എന്ന ആശങ്കാജനകമായ വിവരമാണല്ലോ വരുന്നത്. ഇന്നലെ വളയം വാണിമേൽ മേഖലയിലായിട്ടായിരുന്നു തെരുവുനായ ആക്രമണം ഉണ്ടായിരുന്നത്. ഇന്നലെ രാവിലെയും അതുപോലെ വൈകിട്ടുമായി 16ഓളം പേരെയാണ് ഈ നായ പരിസരത്ത് കടിച്ചത്. ഈ 2 പഞ്ചായത്തുകൾ അടുത്തടുത്ത പ്രദേശങ്ങളാണ്. 6 കിലോമീറ്ററിന്റെ ചുറ്റളവിൽ മാത്രം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ 16 പേരെയാണ് ഈ നായ കടിച്ചത്. നായ കടിയേറ്റത് അത്രയും 2 വീലർ യാത്രികർക്കായിരുന്നു. യാതൊരു പ്രകോപനവും ഇല്ലാതെ വഴിയിലൂടെ പോവുകയായിരുന്ന 2 വീലർ യാത്രികർക്ക് നേരെ ഈ നായ പാഞ്ഞെടുക്കുകയും കടിക്കുകയും ആക്രമിക്കുകയും ഒക്കെ ആയിരുന്നു. പലർക്കും പരിക്കേറ്റിരിക്കുന്നത് കാലിനാണ് പലർക്കും പരിക്കേറ്റിരിക്കുന്നത്. ഇന്നലെ പലരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അതുപോലെ തന്നെ നാദാപുരം താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. അഞ്ജനയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നാദാപുരത്താണ് വീണ്ടും തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ഇന്നലെ 16 പേരെ കടിച്ച നായി ഇന്ന് 3 പേരെ ആക്രമിച്ചു എന്ന പുതിയ വിവരമാണ് അവിടെ നിന്ന് വരുന്നത്. പരിക്കേറ്റവർ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. बाइक पे से काम देख के आ रहा था तो अमित के सामने एक कुत्ते ने पैर पकड़ लिया।